എല്ലാവർക്കും ചെമ്പനീർപ്പൂവിൻ്റെ പുതിയ എപ്പിസോഡിലോട്ട് സ്വാഗതം. പൊങ്കലാഘോഷം തകർക്കുവാണ് നമ്മുടെ അച്ചമ്മ വീട്ടിൽ. അച്ചമ്മയോടുള്ള സ്നേഹം കാരണം നമ്മുടെ സച്ചി അവരെ എടുത്ത് പൊക്കുന്നു. അപ്പോൾ സച്ചിയുടെ അച്ഛൻ പറയുവാണ്, അവനെ ചെറുപ്പത്തിൽ നോക്കിയതും വളർത്തിയതും അച്ചമ്മയല്ലേ, അതാണ് അവന് അമ്മയോട് ഇത്രയും സ്നേഹമെന്ന്. അപ്പോൾ അച്ചമ്മ പറയും, ഞാൻ വളർത്തിയത് കൊണ്ട് സച്ചി കള്ളവും ചതിയും ഇല്ലാത്ത മകനായി വളർന്നു എന്ന്. ഇത് കേട്ട് നമ്മുടെ ശ്രുതിക്ക് ദേഷ്യം വന്നു. അതെന്താ അച്ചമ്മേ, ഞങ്ങളൊക്കെ അപ്പോൾ കള്ളവും ചതിയും ഉള്ളവരാണോ എന്ന് ശ്രുതി ചോദിക്കുന്നു. ഇതിനുള്ള മറുപടി സച്ചിയാണ് പറയുന്നത്. അതുകൊണ്ടാണല്ലോ നീ പാർക്കിൽ പോയി കിടന്നുറങ്ങുന്നത്, ജോലിക്ക് പോകുവാന്ന് കള്ളവും പറഞ്ഞ് നീ പാർക്കിലോട്ടല്ലേ പോകുന്നത് എന്ന് പറയുന്നു. ശേഷം ഇളയച്ചനെ വിളിച്ചുകൊണ്ടുവരാൻ അമ്മ ശ്രുതിയോട് ആവശ്യപ്പെടുന്നു. പാവം നല്ല ഉറക്കത്തിലായിരുന്നു. ഡയറക്ടർ വന്നു എന്നോർത്ത് ഞെട്ടി എഴുന്നേൽക്കുന്നു. അവിടെ പോയി വായ ഒന്നും തുറക്കരുത് എന്ന് പറഞ്ഞ് ശ്രുതി ഇളയച്ചനെ പൊങ്കലിടുന്നിടത്തേക്ക് കൊണ്ടുപോകുന്നു. വർഷ അടുപ്പൂതാൻ ശ്രമിച്ചിട്ടും നടക്കാതെ വന്നപ്പോൾ ശ്രുതി സഹായിക്കുന്നു. എന്നാൽ ശ്രുതിക്കും അടുപ്പൂതാൻ കഴിവില്ല. രേവതി തന്നെ ബാക്കി രണ്ടുപേരുടെയും അടുപ്പൂതി കത്തിക്കുന്നു. ഇത് കണ്ട് അച്ചമ്മ സന്തോഷിക്കുന്നു. അടുപ്പ് എന്ന് തൊട്ടില്ലാതായോ അപ്പോൾ തൊട്ട് പെണ്ണുങ്ങൾക്ക് അസുഖം തുടങ്ങി എന്നാണ് അച്ചമ്മയുടെ കാഴ്ചപ്പാട്. അങ്ങനെയുള്ള സംഭാഷണങ്ങൾക്കൊടുവിൽ ഹാപ്പിയായി തന്നെ 3 പേരും ഭർത്താക്കന്മാരും കൂടി ചേർന്ന് പൊങ്കലിടുകയാണ്. പിന്നെ പൊങ്കൽ പ്രസാദം രേവതി എല്ലാവർക്കും വാഴയിലയിൽ കൊണ്ടുവന്ന് കൊടുക്കുന്നു. അപ്പോഴാണ് നമ്മുടെ ഇളയച്ചൻ, ഇതിൻ്റെ കൂടെ നല്ല മട്ടൻ ചാപ്സും കൂടി ഉണ്ടെങ്കിൽ ഗംഭീരമായാനേ എന്ന് പറയുന്നത്. ഇത് കേട്ട് നമ്മുടെ ബാക്കി ആളുകളെല്ലാം ഞെട്ടിരിക്കുവാണ്. ശ്രുതി അപ്പോൾ തന്നെ ഈ അവസരം അതൊരു കോമഡിയാണ്, ആരും കാര്യമാക്കി എടുക്കണ്ട എന്ന് പറഞ്ഞ് ഒഴിവാക്കി കളയുന്നു. രേവതി മാത്രം കഴിക്കാതിരിക്കുമ്പോൾ നമ്മുടെ അച്ചമ്മ രേവതിക്ക് വായിലിട്ട് കൊടുക്കുന്നു. അപ്പോഴാണ് നമ്മുടെ സച്ചിയും ബാക്കിയുള്ളവരും കൂടി, ഞങ്ങൾക്കും കൂടി വായിലിട്ട് താ അച്ചമ്മേ എന്ന് പറഞ്ഞ് അച്ചമ്മയുടെ അടുത്ത് പറ്റിക്കൂടുന്നു. ഈ സ്നേഹപ്രകടനങ്ങളൊക്കെ നമ്മുടെ ചന്ദ്രമതിയെ അസ്വസ്ഥയാക്കുവാണ്. ഇനിയും ഇതുപോലെ എന്നൊത്തുചേരാൻ സാധിക്കും എന്ന് വിഷമിച്ചിരിക്കുന്ന അച്ചമ്മയോട്, ഇടയ്ക്കിടയ്ക്കൊക്കെ നമുക്കിതുപോലെ എപ്പോഴും ഒത്തുചേരാം എന്ന് പറഞ്ഞ് ഒരു ഫോട്ടോയും എടുക്കാം എന്ന് പറഞ്ഞ് എല്ലാവരും കൂടി മുറ്റത്തേക്ക് പോകുന്നു. ഫോട്ടോയൊക്കെ നല്ല അടിപൊളി പോസും നമ്മുടെ വർഷ എല്ലാവർക്കും കാണിച്ചെടുക്കുന്നു. ഫോട്ടോയിൽ നിന്ന് മാറി നിന്ന ഇളയച്ചനെ അച്ഛൻ പറയുന്നു, നീയും നമ്മുടെ കുടുംബക്കാരല്ലേ, വന്ന് ഫോട്ടോ എടുക്കാൻ നിൽക്കൂ എന്ന് പറഞ്ഞ് ഇളയച്ചനെയും ഫോട്ടോക്ക് പോസ് ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്ന് നിർത്തി. അപ്പോഴാണ് നമ്മുടെ സച്ചി മഹേഷിനോട് പറയുന്നത്, എടാ ഫോട്ടോ എടുക്കുമ്പോൾ ഇളയച്ചനെ ഒഴിവാക്കി ഞങ്ങളുടെ മാത്രം ഫോട്ടോ എടുത്താൽ മതിയെന്ന്. ഇതൊന്നും അറിയാതെ പാവ ഇളയച്ചൻ നമ്മുടെ ഫോട്ടോക്ക് പോസ് ചെയ്യുവാണ്. വർഷ പഠിപ്പിച്ചു കൊടുത്ത പോസ് കൊണ്ട് അവർക്ക് നല്ല അടിപൊളി ഏതായാലും ഒരു ഫോട്ടോ തന്നെ, ഫാമിലി ഫോട്ടോ തന്നെ കിട്ടിയിട്ടുണ്ട്. പിന്നീട് അച്ചമ്മയുടെ ഫേവറേറ്റ് വെറ്റിലപ്പാക്ക് ശ്രുതി എല്ലാവർക്കും കൊടുക്കുവാണ്. അപ്പോഴാണ് നമ്മുടെ ഇളയച്ചൻ അവിടെ കടന്നു വന്ന് വെറ്റിലപ്പാക്ക് നല്ല സ്റ്റൈലിൽ തന്നെ എടുത്ത് കഴിക്കുന്നത് കാണുന്നത്. ഇത് കണ്ട് നമ്മുടെ സച്ചിൻ ഞെട്ടി. എന്താ ഇളയച്ച, മലേഷ്യയിലും ഇതുപോലെ വെറ്റിലപ്പാക്കൊക്കെ കിട്ടുമോ എന്ന് ചോദിച്ചപ്പോൾ പറയുവാണ്, കുംഭകോണം വെറ്റിലപ്പാക്ക് നമ്മുടെ മലേഷ്യയിലും കിട്ടും. ബിരിയാണി നല്ല അസൽ മട്ടൻ ബിരിയാണിക്ക് ശേഷം ഇത് കഴിക്കണം എന്നാണ് ഇളയച്ചൻ്റെ അഭിപ്രായം. ശേഷം ശ്രുതിയോട് ജോലിയെപ്പറ്റി ചോദിക്കുന്നു ഇളയച്ചൻ. സർട്ടിഫിക്കറ്റ് ഒരുപാടുണ്ടെന്നും അവന് പറ്റിയ ജോലിയൊന്നും ഇവിടെ ഇല്ല എന്നും അമ്മ പറയുന്നു. മൾട്ടി ടാലൻറ്റഡ് ആയ എനിക്ക് സ്വന്തമായ ഒരു ബിസിനസ് തുടങ്ങാനാണ് ആഗ്രഹം എന്ന് ശ്രുതി ഇളയച്ചനോട് ആവശ്യപ്പെടുന്നു. സപ്പോർട്ടിന് ആളില്ലാത്തതാണ് എൻ്റെ മോൻ്റെ തകർച്ചയ്ക്ക് കാരണമെന്ന് വളരെ വിഷമത്തോടെ തന്നെ നമ്മുടെ ചന്ദ്രമതി പറയുവാണ്. ശ്രുതിയുടെ അച്ഛനോട് എന്തെങ്കിലും ബിസിനസ് തുടങ്ങാൻ സഹായിക്കണം എന്ന് ശ്രുതി ആവശ്യപ്പെടുന്നു. ശ്രുതിയുടെ അച്ഛനുള്ളതൊക്കെ ശ്രുതിക്കും കൂടി ഉള്ളതല്ലേ, ശ്രുതി ഒറ്റ മോളല്ലേ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ഇളയച്ചൻ ഈ സന്ദർഭത്തിൽ നല്ല കാര്യമായി തന്നെ ഒഴിവാക്കി വിടുന്നുണ്ട്. അതുപോലെ തന്നെ ഇത് കേട്ടപ്പോൾ നമ്മുടെ ശ്രുതിക്കുണ്ടായ സന്തോഷവും ശ്രുതിയുടെ അമ്മയ്ക്കുണ്ടായ സന്തോഷവും ഒന്ന് കാണേണ്ടത് തന്നെയാണ്. ആട്ടുംതോല് കടത്തി കോടീശ്വരനായ ഒരാളെ തനിക്കറിയാമെന്നും ഇളയച്ചൻ പറയുന്നു. ഇത് കേട്ട് നമ്മുടെ ചന്ദ്രമതിക്കൊരു സംശയം, ഇയാൾ എന്ത് പറഞ്ഞു വരുമ്പോഴും അവസാനം ഈ ആടിൻ്റെ കാര്യത്തിൽ അവസാനിപ്പിക്കുന്നത് എന്ന് ചന്ദ്രമതി തൻ്റെ ഭർത്താവിനോട് ചോദിക്കുവാണ്. അപ്പോൾ അച്ഛനും ഇതേ സംശയം തന്നെ തിരിച്ച് അമ്മയോടും ചോദിക്കുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മുടെ അമ്മ ഇളയച്ചനോട് ചോദിക്കുവാണ്, എന്താ ഇത്രയും നാളായിട്ട് ശ്രുതിയുടെ അച്ഛൻ മാത്രം വരാത്തത് എന്ന്. ഈ ചോദ്യം കേട്ട് നമ്മുടെ ശ്രുതിയും ഇളയച്ചനും ഒന്ന് ഞെട്ടി. ഇനി ഇതിനുള്ള മറുപടിയായി ഞാൻ തന്നെ സ്വന്തമായി ഒരു കഥ ഇറക്കാമെന്നോർത്ത് ഇളയച്ചൻ ആലോചിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിപ്പിക്കുന്നത്. നാളെ എന്തായിരിക്കും ഇളയച്ചൻ പറയുന്ന കഥ, ശ്രുതിയുടെ അച്ഛൻ എന്താണ് ഇങ്ങോട്ട് വരാത്തത് എന്നുള്ള മറുപടിക്കായി നമുക്ക് നാളെ കാത്തിരിക്കാം. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ.